ಕಾರಿಯಂ ಒಂದೂ ಇಲ್ಲ ನಿನ್ನಿಂದೆಲ್ಲವೂ ಸಾಧ್ಯವಯ್ಯ ನಿನ್ನಿಂದಾಗಾದ ಕಾರ್ಯಂ ಒಂದೂ ಇಲ್ಲ ನಿನ್ನಿಂದೆಲ್ಲವೂ ಸಾಧ್ಯವಯ್ಯ ಇದುವರೆಗೂ ನನ್ನ ನಡೆಸಿದ ಎಬಿನೇಜರ್ ನೀನೇನಯ್ಯ ಇಂದವರೆಗೂ ನನ್ನ ನಡೆಸಿದ ಎಬಿನೇಜರ್ ನೀನೇನಯ್ಯ ಆರಾಧನೆ 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 ಆರಾಧನಾ ಆಶ್ರಯವು ನೀವೇ యేసయ్య ನನ್ನ ಆಧಾರವು ನೀವೇ యేసయ్య ಆಶ್ರಯವು ನೀವೇ యేసయ్య ನನ್ನ ಆಧಾರವು ನೀವೇ యేసయ్య എവിടെ ചെന്നാലും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുണ്ട് ക്വാളിഫിക്കേഷൻ? നിങ്ങൾ ഒരു കമ്പനി ചെന്നാലും നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ ചെന്നാൽ അവരാവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. എല്ലാത്തിനും ഒരു ക്വാളിഫിക്കേഷൻ വേണം അല്ലേ? നിങ്ങൾ എത്ര ഹൈ പൊസിഷനിൽ എത്തിയാലും അതിന് പിൻപിൽ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ക്വാളിഫിക്കേഷൻ ആ സ്ഥാപനം വച്ചിട്ടുണ്ട്, അവർക്കാണ് അത് കൊടുക്കുന്നത്. സ്തോത്രം. അപ്പം പൊതുവേ ആളുകൾ ചോദിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താ? ഇനി വേറൊരു കാര്യം പറയാവേ, ഒരുപാട് ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഒരു പണിയും കിട്ടാത്തതുണ്ട്, അത് വേറെ സത്യം. ഇനി ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്തവൻ എവിടം വരെ എത്തിയെന്ന് തന്നെ അവന് തന്നെ അറിയത്തില്ല, അതുപോലെ ദൈവം അവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യം പറയാൻ വേണ്ടി രാവിലെ വരുന്നത്. നിങ്ങൾക്കറിയാവുന്ന ആളാണ്, ആൾ ഫേമസുമാണ്. പക്ഷേ അദ്ദേഹം ഫേമസ് ആയത് തിരുവഴുത്തിനകത്ത് വന്നതുകൊണ്ടാണ്. സ്തോത്രം. നിങ്ങൾക്കറിയാം, പുള്ളിക്കാരൻ്റെ കയ്യിലൊരു കൊട്ടയുണ്ട്. പിന്നെ ആൾക്ക് വലിയ ഹൈ പൊസിഷനിലാണ്. അധികം ആൾക്കാരില്ല, 10 പേരൊക്കെ കാണുമ്പോഴായിരിക്കും, 10 15 അല്ലെങ്കിൽ 20 50 100 ഒക്കെ ആടിനെ മേയ്ക്കുന്ന ഒരു ആളാണ്. പുള്ളിയുടെ ഈ കൊട്ടയുടെ ഞാൻ പറഞ്ഞില്ലേ, വേറൊന്നുമല്ല, കാട്ടത്തിപ്പഴം പെറുക്കാൻ വേണ്ടിയാന്നേ. കാട്ടത്തിപ്പഴം ആളെ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ആമോസ് പറയുകയാണേ, ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ കാട്ടത്തിപ്പഴം പെറുക്കുക ആണ്. നിങ്ങൾ പെറുക്കിയത് വിളിക്കരുത്, അത് മോശമാണ്. പിന്നെ പെറുക്കുന്നവനെ പിന്നെ പെറുക്കെന്ന് വിളിക്കുന്നത് തെറ്റില്ല. പക്ഷേ ഇവിടെ പുള്ളിക്കാരൻ കാട്ടത്തിപ്പഴം പെറുക്കുക. ഇനി അത് മാത്രമല്ല, അഡീഷണൽ വേറൊരു ജോലിയും കൂടെ പുള്ളിക്കുണ്ട്. 2 ജോലി ഒരുപോലെ ചെയ്യുന്നൊരു മനുഷ്യനാണ്. 1 കാട്ടത്തിപ്പഴം പെറുക്കുന്നവൻ, 2 ആടിനെ മേയ്ക്കുന്നവൻ. അങ്ങനെ 2 ജോലിയാണ് പുള്ളി ചെയ്യുന്നത്. ഈ ആടിനെ മേയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. നിങ്ങളുടെ കയ്യിൽ 25 ആടിനെ തന്ന് രാവിലെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുള്ള സമാധാനം കളയാൻ അത് മതി അല്ലേ? ആട് പല ടൈപ്പ് ആടുകൾ, പല സ്ഥലങ്ങളിലും ആടുകളെ മേയ്ക്കുന്നതൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാണാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സ്ഥലത്ത് യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് കുറച്ച് നേരത്തേക്ക് കാറ് നിർത്തിയിട്ടുണ്ടായിട്ട് വന്നു. കാരണം ഒരു പറ്റം ആടുകൾ റോഡ് ക്രോസ് ചെയ്യുക. അത് വേറെ എങ്ങുമല്ല, ഒട്ടൻചത്രം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് യാത്ര ചെയ്ത് പോകുന്ന സമയത്താണ് ആ കാഴ്ച കണ്ടത്. ഒരു 1000-ലധികം ആടുണ്ട്. രസകരമായ കാഴ്ച ഞാനിത് കണ്ടത്, ഈ ആടിൻ്റെ പുറകിൽ നിന്ന് ഇടയൻ കൊണ്ടുപോകുമല്ലായിരുന്നു അതിനെ. ആടിൻ്റെ മുമ്പിൽ ഒരു കമ്പ് തോളെ വെച്ചുകൊണ്ട് അദ്ദേഹം അങ്ങ് നടന്നു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പുറകെ ഇതെല്ലാം അങ്ങ് വരിക. എവിടെയെങ്കിലും പോയി അദ്ദേഹം ഒരു കല്ലിൻ്റെ മണ്ടയിൽ കയറി അവിടെ ഇരിക്കും. ആ ആടുകൾ അദ്ദേഹം നിൽക്കുന്ന ആ കല്ലിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള പുല്ലുകളെല്ലാം തിന്ന് അങ്ങനെ ഉഷാറായിട്ട് അവിടെ ഇരിക്കും.
അത് കഴിഞ്ഞ് അദ്ദേഹം പുറപ്പെടേണ്ട സമയമാകുമ്പോൾ ഒരു വിസിലടിക്കും. ഇതെല്ലാം ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് കണ്ട കാര്യമായി പറയുന്നത് കേട്ടോ. കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം അങ്ങനെയാണ് ചില സ്ഥലങ്ങളിൽ ആട് ബാക്ക് പുറകിൽ നിന്ന് ഞാൻ തട്ടി തട്ടി ആടുകളെ കൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ വ്യത്യസ്തമാണ്. എന്തായാലും ഞാൻ കണ്ട ആട് കേരളത്തിലെ ആടല്ല, അതുകൊണ്ട് അതുങ്ങളെല്ലാം പറഞ്ഞാൽ കേൾക്കുന്ന ആടുകളായിരുന്നു. ചിലയിടത്തെ ആടുകൾ കേൾക്കുകയില്ല, പറഞ്ഞാൽ കേൾക്കുകയില്ല. പറഞ്ഞാൽ കേൾക്കാത്ത ഒരുപാട് ആടുണ്ട്. സ്തോത്രം. എന്തായാലും ആമോസ് 2 ജോലി ചെയ്തുകൊണ്ടിരിക്കുക. 2 ജോലി, 4 ജോലിയല്ല, 2 ജോലി. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആമോസിനെ ദൈവം, ആമോസെ ഒരു ചെറിയ കാര്യം നിന്നെ ഏൽപ്പിക്കാറുണ്ട്, നീ പോയി പറയാമെന്ന് ചോദിച്ചു. അപ്പം ഈ പോയി പറയേണ്ട ഒരു ജോലി, അത് മറ്റൊരു ജോലിയാണ്. പോയി പറയേണ്ട ജോലി ഇപ്പോൾ പഴം പെറുക്കുന്നു, മാത്രമല്ല ആടിനെ മേയ്ക്കുന്നു. ഇനി അടുത്ത 3ാമതൊരു ജോലി അവനെ ഏൽപ്പിക്കാൻ പോവാണ്, പോയി പറയണം. എവിടെ എഴുതിയേക്കുന്നതെന്നല്ലേ? നിങ്ങൾ ആമോസിൻ്റെ പുസ്തകം എടുത്തു. ആമോസിൻ്റെ പുസ്തകം 7-ാം അധ്യായം, 7-ാം അധ്യായത്തിൻ്റെ 14 മുതൽ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അതിന് ആമോസ് അമസ്യാവോട്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിൽ പഴം പെറുക്കുന്നവനും അത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കാമെന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. കണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. ആടിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആമോസിന് ഈ ഒരു ജോലി കർത്താവ് ഏൽപ്പിക്കുന്നത്. ജോലി എല്ലാം ഞാൻ പറഞ്ഞിട്ട്, ഈ സുവിശേഷ വേല എന്ന് പറഞ്ഞ ജോലിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജോലി എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയാണ്. അല്ലാതെ ചില ആൾക്കാർ പറഞ്ഞിട്ടില്ല, ഞാൻ നല്ലൊരു ജോലി കളഞ്ഞിട്ടാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത്. അത് ഇതിൻ്റെ മഹാത്മ്യം അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. ഏറ്റവും നല്ല ജോലി, ലോകത്തിലെ ഏറ്റവും നല്ല ജോലി സുവിശേഷ വേലയാണ്. ഇവിടെയും ദൈവം അവരെ അനുഗ്രഹിക്കും. ആമേൻ. കർത്താവിൻ്റെ സന്നിധി ചെല്ലുമ്പോഴും പ്രതിഫലങ്ങൾ ദൈവം അവർക്ക് കൊടുക്കും. അപ്പം വളരെ മഹനീയമായ ജോലിയാണ് അത്. നിങ്ങൾ തിരഞ്ഞെടുത്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും എനിക്ക് സുവിശേഷ വേല ചെയ്യണമെന്ന് ഹൃദയത്തിൽ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഈ സന്ദേശത്തിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. ശ്രദ്ധിച്ചേ, ഇടയനാണ്, കാട്ടത്തിപ്പഴം പെറുക്കുന്നവനാണ്. പക്ഷെ ദൈവം ആ ചെയ്യുന്ന ജോലി കണ്ടിട്ട് ഇവനെ കൊള്ളാം എന്ന് കണ്ടിട്ട് ദൈവം ആമോസിനെ തൻ്റെ ശുശ്രൂഷയ്ക്കായി ഇസ്രായേലിനോട് സംസാരിപ്പാൻ ആമോസിനെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് കാര്യം പറയാം. നിങ്ങൾ ഏത് മേഖലയിലാണോ തൊഴിലെടുക്കുന്നത്, നിങ്ങൾ തൊഴിലെടുക്കുന്നത് ദൈവം കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ വിശ്വസ്തനായി ഒരു വിശുദ്ധ മനുഷ്യനായി നിന്ന് ആ തൊഴിൽ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കണ്ണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഉഴപ്പന്മാരെ ദൈവത്തിന് വേണ്ട എന്ന് പറയാനേ രാവിലെ ഞാൻ ഈ വരുന്നത്. ഉഴപ്പന്മാരെ ബൈബിൾ കോളേജിലും പഠിച്ച് ബൈബിൾ കോളേജിൽ പഠിത്തം അറിയാമല്ലോ. ഏതൊക്കെയോ ദൈവദാസന്മാർ, ഏതൊക്കെയോ മിഷണറിമാർ, ഏതൊക്കെയോ പാവപ്പെട്ടവർ, അല്ലെങ്കിൽ അല്പം കാശുള്ളവരൊക്കെ അവരുടെ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ പൈസ മാറ്റി വെച്ചിട്ടാണ് ഈ ബൈബിൾ കോളേജിൽ പഠിക്കുന്നവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്നത്. ആ ബൈബിൾ കോളേജ് സംഘാടകർക്ക്. സ്തോത്രം. അങ്ങനെയാണ് ചെയ്യുന്നത്. ചില സഹായിക്കുന്നുണ്ട്. എങ്ങും ഒരു സഹായമില്ലാന്ന് പറഞ്ഞ് ബൈബിൾ കോളേജ് നടത്തുന്ന ആൾക്കാരുണ്ട്. അവരെ ദൈവം സഹായിക്കട്ടെ. അത്രയും ഞാൻ പറഞ്ഞാൽ ആ ഭാഗം വിടുക. ഒരുപക്ഷെ പുറത്തുനിന്ന് നടത്തുന്ന സഹായം മേടിക്കുന്നില്ലായിരിക്കാം. അവരുടെ ബന്ധുക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, മാതാപിതാക്കൾ, അവരൊക്കെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ കുടുംബമായിരിക്കാം ആ ബൈബിൾ സ്കൂളിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. എന്നാലും ഒരു പൈസയല്ലേ മുടക്കുന്നത്? എന്തിനു വേണ്ടിയാ? ഈ ഗ്രാജുവേറ്റ് ചെയ്ത സകല എണ്ണവും വെളി വന്ന് സുവിശേഷ പ്രവർത്തകരാകണം. അതും കൊണ്ടാണ്. പക്ഷേ എന്തിനു പറയാൻ, ഒരുപാട് പേരെ ഞാൻ എൻ്റെ ഈ സുവിശേഷ യാത്രയിൽ പലയിടത്ത് വെച്ച് കണ്ടുമുട്ടി.
വളരെ വേദന തോന്നിയ നിമിഷങ്ങളായിരുന്നു. സ്തോത്രം. ജോലി ചെയ്യുന്നത് തെറ്റാന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. ജോലി ചെയ്തോ, സുവിശേഷ വേലയ്ക്ക് ജോലിയോടൊപ്പം സുവിശേഷ വേല ചെയ്യുന്നതിൽ ഒരു തെറ്റും ഞാൻ പറയത്തില്ല. കൈ കൊണ്ട് അധ്വാനിച്ച് സുവിശേഷ വേല ചെയ്തു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ജോലി ജോലി എന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് കാശിന് വേണ്ടി ചാത്ത് നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനോട് പറയാം, ഒരാളെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് ഞാനൊരു 10-20 മിനിറ്റ് ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചൊരു ഹോട്ടലിൽ നിന്ന്. കാരണം അദ്ദേഹം പച്ച പരമാർത്ഥം എന്നോട് പറയുക. കാരണം അദ്ദേഹം BTH കഴിഞ്ഞ ആളാണ്. എന്നോട് പറയാം, എൻ്റെ പാസ്റ്ററെ, ബൈബിളിലുള്ള കഥകളെല്ലാം മറന്നുപോയി, തലയ്ക്കകത്ത് ഇപ്പോൾ ഒന്നുമില്ല. ഈ ജോലി പണിയുടെ ഇടയ്ക്ക് ഒന്നും നോക്കാൻ നേരം കിട്ടിയില്ല, എല്ലാം ഡിലീറ്റായിപ്പോയി, ഒരു സാധനം ഇല്ല. തലയ്ക്കകത്തെ എല്ലാം ഡിലീറ്റായിപ്പോയി. ഇനി എന്നെ ഒന്നിനും കൊള്ളിയില്ല. ആ ഒരു പണിക്ക് എന്നെ കൊള്ളിയായിരുന്നു പുള്ളി തന്നെ പറയുക. സ്തോത്രം. എന്നോട് പറയാം, പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് ആ മെമ്മറി എല്ലാം ഒന്ന് തിരിച്ചു കിട്ടാൻ. ഒരുപാട് പേരെ ഞാൻ കണ്ടുമുട്ടി പ്രിയരെ, ഒരുപാട് പേരെ. സ്തോത്രം. ജോലിയോടുകൂടെ നിങ്ങൾ സുവിശേഷം വരെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതിനെന്താ തെറ്റിരിക്കുന്നത്? ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാരനോട് പറയാ, അദ്ദേഹം കർത്താവിൻ്റെ ദാസനൊക്കെയാണ്, പക്ഷെ രാവിലെ റബ്ബർ വെട്ടാൻ പോവാന്ന്. ചേടാ, അയാൾ റബ്ബർ വെട്ടട്ടെ, അയാൾ വെറുതെ ഇരിക്കുമല്ലോ, റബ്ബർ വെട്ടട്ടെ. രാവിലെ പോയി 10 മണി വരെ റബ്ബർ വെട്ടും. ഞാൻ ചോദിച്ചു, റബ്ബർ വെട്ടിയിട്ടോ? റബ്ബർ വെട്ടിയിട്ട് അദ്ദേഹം വൈകുന്നേരം ആകുമ്പം ഒരു മൈക്ക് സെറ്റ് ഉണ്ട്, അതുകൊണ്ട് പുള്ളിക്കാരൻ ബൈക്കിൽ ഞാൻ പോകുന്നു, ഞാൻ കാണുന്നുണ്ടെന്നു. പക്ഷേ പുള്ളി റബ്ബർ വെട്ടുന്നുണ്ടെന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ റബ്ബർ വെട്ടട്ടെ, എന്തെങ്കിലും ഒരു പണിയെടുത്തുകൂടെ? സ്തോത്രം. ജോലി ചെയ്ത് സുവിശേഷം ചെയ്യുന്ന തെറ്റൊന്നുമില്ല. അമേരിക്കയിലും മറ്റ് പല രാജ്യങ്ങളിലും അവരെല്ലാം ജോലി ചെയ്തിട്ടാണ് ഉപദേശിമാരും പാസ്റ്റർമാരുമായിട്ട് അവിടെ ഇരിക്കുന്നത്, കർത്താവിന് വേല ചെയ്യുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പെട്രോൾ പമ്പിൽ പെട്രോൾ ഊറ്റി കൊടുത്തിട്ടാണ് ഏതെങ്കിലും ഒരു തൊഴിലെടുത്തിട്ട് അവരവിടെ ജീവിക്കുന്നത്. അല്ലാണ്ട് ഇന്ത്യ മാത്രം ജോലി ചെയ്താൽ ഈച്ചയായിട്ട് ആരും കാണേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. സ്തോത്രം. ആമോസ് പറയുകയാണേ, ഞാൻ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ദൈവം എന്നോട് പറഞ്ഞ്, നീ ഇസ്രായേലിനോട് പ്രവചിക്കാൻ. അങ്ങനെ എനിക്ക് 3ാമതൊരു ജോലിയും കൂടെ കിട്ടി. പ്രവചനം തുടങ്ങി ആമോസ്. ദൈവം കൊടുത്ത ആ ഒരു വലിയ ശുശ്രൂഷ ഏറ്റെടുത്തു, ചെയ്യാൻ തുടങ്ങി. ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾ പറയാം, കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണോ അതിൽ നിങ്ങൾ ഈ 2025 വ്യാപൃതനായില്ലെങ്കിൽ നിങ്ങൾ കനത്ത വില കൊടുക്കേണ്ടി വരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വാണിംഗ് ഒന്നും തരുന്നതല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. വാണിയല്ല, ഒരു സ്നേഹത്തോടെയുള്ള ഒരു അപേക്ഷയാണ്. ഈ അപേക്ഷ നിങ്ങളുടെ ഫയലിൽ സ്വീകരിക്കണം പ്ലീസ്. നിങ്ങൾ ദൈവവചനം പഠിച്ച വ്യക്തിയാണോ? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? ജോലി ചെയ്തോ. പഞ്ചർ കടയിൽ പഞ്ചർ ഒട്ടിക്കാൻ പൊക്കോ, എന്നാലും കുഴപ്പമില്ല. നിങ്ങളിങ്ങനെ കർത്താവിൻ്റെ വേലയും ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ ദൈവം പഞ്ചറാക്കും. അതുകൊണ്ട് ഈ രാവിലെ സമയം കർത്താവെ എനിക്ക് കിട്ടുന്ന സമയമൊക്കെ, ഞാൻ സാധാരണ പൊതുവെ പറയുന്നൊരു കാര്യമാണ്, മാസത്തിൽ 30 ദിവസം നിങ്ങൾ ശുചിയായ വേലയ്ക്ക് പോകണ്ട, ഒരു 10 ദിവസം പോയിക്കൂടെ? 10 ദിവസം അത് മതി. അതിൽ കൂടുതലൊന്നും ഒരുപാടൊന്നും ചെയ്ത് കളഞ്ഞാക്കല്ല കേട്ടോ. 10 ദിവസം പോയാൽ മതി. ഏൽപ്പിച്ചതിൽ വിശ്വസ്തരായിരിക്കാൻ കഴിയുമോ നമുക്ക്? അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ അധികത്തിന് വിചാരകനാക്കും. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്ന ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയാൻ ഇടയാക്കുന്ന സ്തോത്രം. കാട്ടത്തിപ്പഴം പെറുക്കുന്ന ആമോസ്, ഇടയച്ചെറുക്കനായ ആമോസ് തന്നെ ഒരു വലിയ ദൗത്യം ദൈവം ഏൽപ്പിച്ചപ്പോൾ, കർത്താവെ അങ്ങ് ഏൽപ്പിച്ചപ്പോൾ, ആമേൻ, അതിന് ചെവി കൊടുത്ത് അതിനു വേണ്ടി സമയം വേർതിരിച്ച ആ പ്രിയ പ്രവാചകൻ്റെ ലൈഫ് ഞങ്ങൾ ഇന്ന് രാവിലെ വചനത്തിലൂടെ മനസ്സിലാക്കാനിടയായി. ഞങ്ങളത്ര സമർപ്പിക്കുന്ന കർത്താവെ തിരുമുൻപാകെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങയുടെ വയലധ്വാനിപ്പാൻ ഈ പ്രിയപ്പെട്ടവരെയും കർത്താവെ നീ വിളിച്ചിരിക്കുകയാൽ സ്തോത്രം. ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമായി തീരട്ടെ, കൃപ ചെയ്യണമേ. പ്രാർത്ഥന അനുകട നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, മറക്കരുത്, ആമോസ് കാട്ടത്തിപ്പഴം പെറുക്കി, ഇടച്ചെറുക്കനായിരുന്നു, ഇടയപ്പണിയുണ്ട് എന്ന് പറഞ്ഞാൽ ആടരെ മേയ്ക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ആമേൻ. 3ാമതൊരു ജോലി, അതാണ്
കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ശബ്ദമായി ജനത്തിനിടയിലേക്ക് ഇറങ്ങുന്നു. ഈ മൂന്നാമത്തെ ജോലി നിങ്ങൾ ഏറ്റെടുത്താൽ, ആമേൻ, സ്തോത്രം, നിങ്ങൾക്കും ഒരു പ്രൊമോഷനുണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.